മേഘങ്ങളിലും അഗ്നിസ്തംഭങ്ങളിലുമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന, പഴയ നിയമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ദൈവം ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതിനായി ഒരു കുഞ്ഞപ്പത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈശോ നമ്മോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വേദനകളിലും സഹനങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളിയായിക്കൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ബൈബിൾ എന്ന പുസ്തകത്തിലൂടെ തന്റെ തിരുവചനങ്ങളെല്ലാം ഒരു മക്കൾക്ക് അപ്പൻ എഴുതിയ കത്തുകൾ എന്ന പോലെ നമ്മൾക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദൈവം. വിശുദ്ധ റോമാക്കാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഏതു മനുഷ്യനാണ് ജീവിതത്തിൽ പരാജയങ്ങൾ ആഗ്രഹിക്കുന്നത്? വിജയങ്ങൾ കൊയ്തുകൊണ്ട് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. റോമായുടെ ലേഖനത്തിൽ തന്നെ 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നമുക്കെതിരെ മനുഷ്യരുടെ കരങ്ങൾ ഉയരുമ്പോൾ നമ്മളെ അവരിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. യേശു എന്ന നാമം നൽകി ആ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി, ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന് കൽപ്പിച്ച ദൈവം.